അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പല വീടുകളിലും പല ഉമ്മമാരും ചെയ്യുന്ന വലിയ ഒരു തെറ്റുണ്ട്. പലിശയുടെ ആ വകുപ്പിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് മകൾ പ്രസവിച്ചാൽ പണ്ടം കെട്ടി കൊടുക്കല്, അതുപോലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായി വരുന്ന കാര്യങ്ങൾക്ക് ഹറാമിലൂടെ പൈസ വാങ്ങിയിട്ട് കൊടുക്കുന്ന, അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങുക, അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അത് പാലിക്കാതെ നമ്മൾ ആ സുന്നത്തായ കാര്യത്തിന് വേണ്ടിയിട്ട് പണ്ടം കെട്ടി കൊടുക്കുമ്പോൾ അവിടെ വന്നു ചെയ്തത് പലിശയാണ്. സുന്നത്തായ കാര്യത്തിന് വേണ്ടി ഹറാമിലൂടെ പൈസ വാങ്ങിയിട്ട് കൊടുക്കുന്ന ഒരു സംഗതി. പലർക്കും പഴയ സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ പുതിയ സ്വർണം ഇങ്ങോട്ട് വാങ്ങുന്നത്, അതിന്റെ പൈസ കണക്കാക്കിയിട്ടല്ലേ. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, ഒരു ഉത്തരവും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, മുഴുവനായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മുടെ വീട്ടിൽ, നമുക്ക് എന്നും പ്രശ്നങ്ങളാണ്. വീട്ടിൽ വർക്കത്തില്ല, മക്കൾക്ക് വർക്കത്തില്ല. ഹറാമായിട്ടുള്ള ഇടപാടിൽ, സാമ്പത്തികമായ ഹറാമായ പലതും അയാൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. എന്തായാലും ചോദ്യം ഞാൻ വായിക്കാം. പഴയ സ്വർണം നൽകി പുതിയ സ്വർണം വാങ്ങുന്നത് തെറ്റാണോ? ചോദ്യം 1. നാം നൽകുന്ന പഴയ സ്വർണത്തിന്റെ വില കണക്കാക്കി ബില്ലാക്കുന്നു. ഒപ്പം വാങ്ങിയ പുതിയ സ്വർണത്തിന്റെ വിലയും ബില്ലാക്കുന്നു. എന്നിട്ടോ പഴയ സ്വർണത്തിന്റെ വില കിഴിച്ച് ബാക്കി സംഖ്യ നൽകുകയും ചെയ്യുന്നു. ഈ ഇടപാട് ശരിയല്ല എന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് സംബന്ധമായി ഇസ്ലാമിക നിയമം എന്താണ്? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വീട്ടിലെ ഉമ്മമാരാണ് പലപ്പോഴും ഈ ഒരു സംഗതി ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം, ഇത് ഫുള്ളായിട്ട് കേൾക്കണം. ഹാഫായി കേട്ടുപോയാൽ ഒന്നും മനസ്സിലാവില്ല. ഇതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് യൂട്യൂബിന്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. സ്വർണത്തിന് പകരം സ്വർണവും വെള്ളിക്ക് പകരം വെള്ളിയും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ സാധാരണ വിൽപ്പനകളിൽ അല്ലാത്ത ചില നിബന്ധനകളുണ്ട്. അതായത് സ്വർണത്തിന് പകരം സ്വർണവും വെള്ളിക്ക് പകരം വെള്ളിയും വിൽക്കുകയും അത് വാങ്ങുകയും ചെയ്യുമ്പോൾ സാധാരണ കച്ചവടത്തിൽ അല്ലാത്ത ചില നിബന്ധനകളുണ്ട്. തുല്യ തൂക്കമായിരിക്കുക, ഇടപാടിൽ അവധി നിശ്ചയിക്കാതിരിക്കുക, സദസ്സ് പിരിയും മുമ്പ് കൈമാറ്റം നടക്കുക എന്നിവയാണ് ആ നിബന്ധനകൾ. അപ്പോൾ സ്വർണത്തിന് പകരം വെള്ളി വിൽക്കുമ്പോൾ തുല്യ തൂക്കമായിരിക്കണമെന്ന നിബന്ധനയില്ല. ഇടപാടിൽ അവധി നിശ്ചയിക്കാതിരിക്കുക, സദസ്സ് പിരിയുന്നതിന് മുമ്പ് കൈമാറ്റം നടക്കുക എന്നീ നിബന്ധനകൾ അപ്പോഴുമുണ്ട്. ഈ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ പ്രസ്തുത ഇടപാട് അത് റിബ എന്ന പലിശ ഇടപാട് ആകുന്നതാണ്. മഹാപാപങ്ങളിൽ പെട്ടതാണ് പലിശ ഇടപാട്. ഫത്തുൽ മുഈന്, തുഹ്ഫത്തുൽ മുഹ്താജ് ഒക്കെ നോക്കിയാൽ കാണാം. പിന്നെ ഇതിൽ ഉദാഹരണമായിട്ട് അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത്, പഴയ സ്വർണത്തിന് പകരം പുതിയ സ്വർണം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് നിരുപാധികം പറഞ്ഞുകൂടാ. മേൽ പറയപ്പെട്ട 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ പ്രസ്തുത ഇടപാട് തെറ്റല്ല. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ എന്താണ്, അത് തെറ്റല്ല. അതേസമയം മുന്നിൽ ഏതെങ്കിലും ഒരു നിബന്ധന പാലിച്ചിട്ടില്ല എങ്കിൽ പ്രസ്തുത ഇടപാട് ഹറാമും മഹാപാപവുമാണ്. ഉമ്മമാർ ശരിക്ക് കേട്ടോളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 8 ഗ്രാം പഴയ സ്വർണം നൽകി 8 ഗ്രാം പുതിയ സ്വർണം വാങ്ങുമ്പോൾ ഇടപാടിൽ അവധി നിശ്ചയിക്കാതിരിക്കുകയും സദസ്സ് പിരിയും മുമ്പ് പരസ്പരം കൈമാറ്റം നടത്തുകയും ചെയ്താൽ അതിൽ തെറ്റില്ല. അപ്പോ എന്നാൽ ഇന്ന് പഴയ സ്വർണം നൽകി പുതിയ സ്വർണം വാങ്ങുമ്പോൾ തൂക്കം തുല്യമാകുന്നില്ല. തുല്യ തൂക്കമല്ലാത്ത പഴയ സ്വർണം നൽകി പുതിയ സ്വർണം വാങ്ങുന്ന ഇടപാട് അത് തെറ്റാണ്, നിഷിദ്ധമാണ്. എന്നാൽ തുല്യ തൂക്കമല്ലാത്ത സ്വർണത്തിന് പകരം സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ 2 ഇടപാടുകളായി നടത്തിയാൽ പലിശ ഇടപാടിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. പഴയ സ്വർണം കറൻസിക്ക് പകരം വിൽക്കുകയും ആ കറൻസി നൽകിക്കൊണ്ട് പുതിയ സ്വർണം വാങ്ങുകയും ചെയ്യുക. ഇപ്പോൾ എന്തായി? ഈ സ്വർണത്തിന് പകരം സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ക്യാഷാണ് വാങ്ങിയത്. അപ്പൊ സ്വർണവും കറൻസിയും തമ്മിലാണ് ഇടപാടുകൾ നടത്തുന്നത്. അതിനാൽ തുല്യ തൂക്കമായിരിക്കണമെന്ന നിബന്ധന അവിടെ ഇല്ല. പക്ഷേ ആധുനിക കറൻസികൾ സ്വർണം, വെള്ളി എന്നിവ പോലെ ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങളിൽ നഖദ് വകുപ്പിൽപ്പെട്ടതാണ്. വിശദീകരിക്കുന്ന നിരവധി പണ്ഡിതന്മാരുണ്ട്. ഈ വിഷയവുമായി
ബന്ധപ്പെട്ട് അവരുടെ വിശദീകരണ പ്രകാരം സ്വർണവും വെള്ളിയും തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ നിർബന്ധമുള്ള അവധി നിശ്ചയിക്കാതിരിക്കുക, സദസ്സ് പിരിയും മുമ്പ് കൈമാറ്റം ചെയ്യുക എന്നീ 2 നിബന്ധനകൾ സ്വർണവും കറൻസിയും തമ്മിൽ നടത്തുന്ന ഇടപാടിലും നിർബന്ധമാണ്. അപ്പോൾ പഴയ സ്വർണത്തിനും പുതിയ സ്വർണത്തിനും വെവ്വേറെ വില കണക്കാക്കി ബില്ലാക്കുകയും പഴയ സ്വർണം പുതിയ സ്വർണവും കൈമാറുകയും ചെയ്യുന്നത് ശരിയാവുകയുമില്ല. മറിച്ച് പഴയ സ്വർണത്തിന്റെ വില നിശ്ചയിച്ച് വിൽക്കുകയും വിലയായിട്ടുള്ള ആ സംഖ്യ കൈപ്പറ്റുകയും വേണം. ശേഷം ആ സംഖ്യക്ക് പകരമായി പുതിയ സ്വർണം വാങ്ങുകയും കൈമാറി. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് ആ പുതിയ സ്വർണം വാങ്ങുകയും കൈമാറ്റം ചെയ്യുകയും വേണം, എങ്കിൽ 2 ഇടപാടുകളിലും തെറ്റുണ്ടാവുകയില്ല. അപ്പൊ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് ഇതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് വിശദമായിട്ട് ഇപ്പൊ പറഞ്ഞ എല്ലാ ടെക്സ്റ്റ് മെസ്സേജ് വിശദമായിട്ട് ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യം മനസ്സിലാകാത്തവർ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപാടുകൾ അത് പലിശയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പലിശക്കാർക്ക് നാളെ പരലോകത്തുണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മമാര് വളരെ കർശനമായിട്ട് ഇത് ചിന്തിക്കുക. ഇപ്പോ ചെറിയ കുട്ടികൾ സ്വർണം കടയിൽ കൊണ്ടേ കൊടുത്തിട്ട് അതിന് വേറെ സ്വർണം വാങ്ങും. എങ്ങനെ ചെയ്യേണ്ടത്? പഴയ സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ വില കണക്കാക്കി അതിന്റെ പൈസ വാങ്ങുക. അപ്പൊ ആ ഇടപാട് അവിടെ തീർന്ന്. എന്നിട്ട് പുതിയ സ്വർണം വാങ്ങിയിട്ട് ഈ വാങ്ങിയ പൈസ ഉണ്ടല്ലോ അതിന്റെ ഇടപാട് അവിടെ തീർന്ന്, ആ സംഗതി അവിടെ തീർന്ന്. നമ്മൾ പുതിയ സ്വർണം എടുക്കുകയാണ്. ആ പുതിയ സ്വർണം എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ്, ആദ്യം നമ്മൾ വിറ്റ ക്യാഷ് കയ്യിലുണ്ടല്ലോ, ആ ക്യാഷ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങുക, ചെയ്യാതെ കൂട്ടുക എന്ന് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വായിച്ച് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മനസ്സിലാവാത്തവർ ഇനി എന്ത് ചെയ്യാം, ടെക്സ്റ്റ് മെസ്സേജ് യൂട്യൂബിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും കുടുംബത്തിലേക്കും എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക. പുതിയ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇങ്ങനെ ഒരു അറിവ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു, അല്ല നിങ്ങൾ മറ്റൊരു രീതിയിലായിരുന്നു ഇത് കണ്ടുവച്ചിരുന്നെങ്കിൽ അതൊന്ന് അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പറയും ഇൻഷാ അല്ലാ. തിർസുൽ അബ്ദുൽ ജലീൽ സഖാഫിസ്ഥാന്റെ അൽ ഫത്താ ഭാഗം 1 വിഷയങ്ങളാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അതിപ്പോ 1-2 ആളുകൾ ചോദിച്ചത് കൊണ്ട് കാരണം ഒരു കുട്ടി ജനിച്ച്, അപ്പൊ പെൺകുട്ടിയാണ്, അപ്പൊ ഇനി സ്വർണം കെട്ടണം, അപ്പൊ ഇങ്ങനെ സ്വർണം ഇവിടെ വീട്ടിലുണ്ട്, അപ്പൊ അതിങ്ങനെ ചെയ്താൽ പറ്റുമോ എന്ന് ചോദിച്ച ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.